ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പ്രവാസി പ്രകാശ്. അപ്പോൾ ഇന്ന് സാറ്റർഡേ ആണ്. അപ്പോൾ ജോലി ടൈമൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇന്ന് സാറ്റർഡേ ആയിട്ട് ഒരു ദിവസം നമ്മളൊരു എൻ്റർടൈൻമെൻ്റ് ആയിട്ടൊരു ഫാം ഹൗസ് ബുക്ക് ചെയ്ത് നമ്മളെ ജോലി സ്ഥലത്തുള്ള കുറച്ച് പേരൊക്കെ ഉണ്ട് കേട്ടോ. 10-15 പേരുണ്ട്. അപ്പോൾ ഇന്ന് വൈകിട്ടൊരു 3 മണി കഴിഞ്ഞിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. നാളെ രാവിലെ 11 മണിക്ക് ഇറങ്ങും. അപ്പോൾ അവിടെ വെച്ചിട്ട് ഫുഡ് എല്ലാം നമ്മൾ ഒരു ഗെറ്റ് ടുഗദർ പോലെ ഒരു പ്രോഗ്രാം നടത്തുകയാണ്. അപ്പോൾ അതിന് പോവുകയാണ് കേട്ടോ. സ്റ്റേഡിയത്തിൽ വന്നു. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ റൂമിൽ പോയി അവിടെ നിന്നാണ് അങ്ങോട്ട് പോകുന്നത്, അവരുടെ കാറിൽ. ബാക്കി എല്ലാവരും അവിടെ എത്തും. അപ്പോൾ അവിടെ എത്തിയിട്ട് ഞാൻ അവിടെയുള്ള വിശേഷങ്ങളൊക്കെ കാണിക്കാം. ഉമ്മർകോവിലാണ് ഇത് നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ളത്, ഫാം ഹൗസില കേട്ടോ. അപ്പോൾ അതൊന്ന് കാണിക്കാം ഞാൻ അവിടെ എത്തിയിട്ട്. അവിടെയുള്ള വിശേഷങ്ങളൊക്കെ ഞാൻ കാണിക്കാം. ഓക്കെ, അപ്പം ഫ്രണ്ടിൻ്റെ അവിടെ എത്തിയിട്ട് അവിടെ നമ്മൾ അങ്ങോട്ട് പോകുന്നത് കേട്ടോ. എന്തായാലും 4-5 മണിയാവും എത്താൻ വേണ്ടി. എത്തിയിട്ട് ഞാൻ ബാക്കിയ വീഡിയോയിൽ കാണിക്കാം. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ അങ്ങനെ ഇവിടെ എത്തിയായിരുന്നു റാസൽ കൈമ ഫാം ഹൗസിൽ. അപ്പോൾ അവിടുത്തെ കാര്യങ്ങൾ ഞാൻ കാണിക്കാം. എൻട്രൻസ് വരുന്നത് അതാണ് കേട്ടോ. അവിടെ നിന്നാണ് നമ്മൾ കയറുന്നത്. അങ്ങോട്ട് പോയി ഒന്ന് കാണിക്കാം. പണ്ടൊക്കെ ഇത് ഫാമൊക്കെ ആയിരുന്നു കേട്ടോ. ഒത്തിരി എന്തോ കോഴി, ആട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവർ വളർത്തിയിരുന്നതാണ്. അതുകൊണ്ട് അകത്തൊരു കുറച്ച് കോഴികളൊക്കെ വളർത്തിയിട്ടുണ്ട്. ഉണ്ടോ, എല്ലാം കാണാൻ പറ്റുന്ന അല്ല, ഇവിടെ ഫാം ഇങ്ങനെയുള്ളിടത്തേ ഉള്ളൂ. ഇപ്പോൾ ഈ അലൈനിലൊക്കെ അലൈൻ ഫാം അങ്ങനെയൊക്കെ ഉണ്ട്. അതൊക്കെ പശുക്കൾ വളർത്തും. അവിടെ നിന്നൊക്കെയാണ് പാല് കൊണ്ടുവരുന്നത്. ഇത് പണ്ടൊക്കെ ഇവിടെ ഉള്ള ആൾക്കാർ താമസിച്ചിരുന്ന വില്ല ഇല്ലേ, അതാണ്. അതിപ്പോൾ അവർ റെൻറ്റിന് കൊടുക്കുന്നു ഇങ്ങനെ ടൂറിസ്റ്റുകൾക്കൊക്കെ. ഇതാണ് എൻട്രൻസ് വരുന്നത്. ഇവിടെ നിന്ന് ഇങ്ങനെ പോകും. ഇത് കാണാൻ നമുക്ക് പെട്ടെന്ന് പുളിമരം പോലെ തോന്നും കേട്ടോ. അതൊന്നുമല്ല, വേറെ എന്തോ മരമാണത്. ഇതിലൊക്കെയാണ് ഇവിടെ ഒത്തിരി ചെറിയ ചെറിയ കുരുവികളൊക്കെ ഉണ്ട് കേട്ടോ, പക്ഷികൾ. അതൊക്കെ ഇതിലൊക്കെയാണ് ഇരിക്കുന്നത്, സൗണ്ട് കേൾക്കുന്നത് കേട്ടോ. ഇത് നമുക്ക് തലേദിവസം ഇപ്പോൾ ഇന്നെടുക്കുകയാണെങ്കിൽ ഇന്ന് 3 മണി തൊട്ട് പിറ്റേന്ന് ഒരു 11 മണി വരെയാണ് അവർ പറയുന്നത്. 11-12 മണി വരെ നമ്മൾ ഹോട്ടലിലൊക്കെ സ്റ്റേ ചെയ്യുമ്പോൾ ഉള്ള അതേ ഒരു ടൈമിംഗ് ഒക്കെയാണ് ഇവിടെ വരുന്നത്. കോഴി വളർത്തുന്നു. ഇവിടെ പണിക്കാരൊക്കെ ഉണ്ട് ഇത് നോക്കാൻ വേണ്ടി. ഇത് കുറേ ദൂരം വരുമ്പോൾ കുറേ നമുക്ക് വിജനമായിട്ടുള്ള രാത്രി വന്നപ്പോൾ എന്നാൽ ലേറ്റായി വന്നത് ഞാൻ എത്തിയപ്പോൾ. അതാണ് പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റാത്ത രാത്രി. നമ്മളതിനെ ഫുഡെല്ലാം ഉണ്ടാക്കി കഴിച്ചു കേട്ടോ. അവിടെ കോഴിയാണ് വളർത്തുന്നത് കേട്ടോ. അതിൻ്റെ അകത്ത് കുറേ കോഴികളുണ്ട് ആ ഫാമിൻ്റെ അകത്ത്. പിന്നെ കണ്ടോ, ഇതിൽ ഈന്തപ്പഴം കാച്ചിക്കുന്നുണ്ടോ, ഒന്നും പറിക്കാൻ പറ്റില്ല, അവർ വളർത്തി വിട്ടേക്കുന്നത് കണ്ടോ. ഈന്തപ്പഴം പഴുത്ത് വരുന്നുണ്ടേ. ഇതിൽ ഈന്തപ്പഴം പഴുത്ത് നിൽക്കുന്നുണ്ടോ. തറയിലൊക്കെ 1-2 വീണ് കിടപ്പുണ്ട്. നല്ല പഴുത്ത് കൊഴിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. അതവർ കെട്ടിവെച്ചിട്ടുണ്ട്. ഇത് നമ്മളൊക്കെ വന്ന കാറുകളാണ്. അത് അങ്ങോട്ടൊക്കെ കുറേ പച്ചപ്പുണ്ട് കേട്ടോ, കുറേ കാട് പോലെയൊക്കെ ഇപ്പോൾ ഉണ്ട്. അത് പക്ഷേ ബോർഡർ പോലെ അവർ കെട്ടി വെച്ചിട്ടുണ്ട്. അതാണ് ആ സൈഡൊക്കെ കാടാണ്. എല്ലാം കാണിക്കുക. ഞാൻ കുറച്ച് നീണ്ടു പോകും വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക.
കേട്ടോ. സബ്സ്ക്രൈബൊക്കെ ചെയ്യണം എല്ലാവരും. ഇതാണ് വലിയൊരു ഏരിയയാണ് കേട്ടോ. നമ്മൾ നാട്ടിലത്തെ ചെറിയ വലിയ എന്താ വീടുകളൊക്കെ അല്ലേ പണ്ടത്തെ, അതുപോലത്തെ വീടാണ് ഇവർ താമസിക്കാൻ വേണ്ടിയൊക്കെ ഇട്ടിരുന്നത്. അതിപ്പം താമസമൊന്നും ഇല്ലാത്തതുകൊണ്ട് അവരിങ്ങനെ കൊടുക്കുന്ന അറബികളൊക്കെ താമസിച്ചിരുന്ന കുടുംബ വീടൊക്കെ ഇല്ല, അങ്ങനെയൊക്കെ ആയിരിക്കാം എല്ലാം. ഉണ്ടോ ഈന്തപ്പഴം എല്ലാവരും കെട്ടി നിർത്തിയിട്ടുണ്ട്. എല്ലാം കൊലകൊലമായിട്ട് പഴുത്തിക്കുന്നുണ്ടോ. അതാണ് ഇവിടെയൊക്കെ വന്നിരിക്കുകയാണ് കേട്ടോ രാത്രി. ഇതിപ്പോൾ ചൂട് സമയമാണ്, ഒരു രക്ഷയില്ല. അപ്പം നമുക്ക് വെളിയിലൊക്കെ വന്നിരിക്കാം. എന്താ ഒരു ദിവസത്തെ ആയതുകൊണ്ട് ഇവിടെയൊക്കെ നല്ല വേർത്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഇവിടെ തന്നെ ഇതിൻ്റെ പണിക്കാരുണ്ട്, അവർ ഇതൊക്കെ ഇട്ട് കത്തിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഓരോ എല്ലാം ഫുള്ള് ഈന്തപ്പനകളാണ്. ഇത് മാത്രം പഴുത്തിക്കുന്ന നോക്ക്, പഴുത്തിക്കുന്നുണ്ടോ. ഞാനിങ്ങനെയൊക്കെ ഇത് ആദ്യമായിട്ടാണ് കേട്ടോ ഇത്രയും ഇതായിട്ട് കാണുന്നത്. കൊലകൊലയായിട്ട് ഇങ്ങനെ ഉണ്ട്. കാണാത്തവർ ഉണ്ടെങ്കിൽ കാണണം. അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യുക ഈ വീഡിയോസ്. നിങ്ങളും റെയറായിട്ടൊക്കെ ഇങ്ങനെ വരാറുള്ളൂ. അപ്പോൾ ഇതുപോലെ പോകുന്നിടത്തൊക്കെ കവർ ചെയ്ത് ഞാനിടാം. ഒരു ചിൽഡ്രൻസ് പാർക്ക് പോലെ ഉണ്ട് കേട്ടോ ഇവിടെ. പറഞ്ഞാൽ ഈ പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ ഡിസംബർ ജാനുവരിയൊക്കെ ആണെങ്കിൽ തണുപ്പ് സമയമാണ്. അന്നൊക്കെ ഇവിടെ ഉള്ളവരായാലും വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല രസമാണ് കേട്ടോ. ചൂടുമില്ല ഈ സമയത്ത് പോലും. ഈ സമയത്ത് നല്ല ചൂടാണ്. ഏകദേശം 10 മണി കഴിഞ്ഞു. ഈ സമയത്ത് കണ്ടോ ഇവിടെ ഇരിക്കാൻ വേണ്ടി വീണ്ടും അവർ കെട്ടിയിട്ടിട്ടുണ്ട്. കണ്ടോ അതിൻ്റെ അടുത്ത് എന്തോ ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് എന്തൊക്കെ നട്ടിട്ടുണ്ട്. ഇതാണ് വേറൊരു പൂളാണ് കേട്ടോ. അതിൽ കയറാം. പക്ഷേ ഇതൊന്നും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. ഇത് എനിക്ക് തോന്നുന്നു കുറേ ചവറൊക്കെ ആയിട്ട് ഈ മരത്തിൻ്റെ ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ ഇട്ടെ. അയ്യോ മീനടിച്ചു കേട്ടോ. അതവിടെ മീനുണ്ടെന്ന് തോന്നുന്നു. കിളികൾ സൗണ്ട് കേട്ടോ. എൻ്റെ ഇടയിലൊക്കെ ഒത്തിരി ഉണ്ട്. ചെറിയ കുരുവികളാണ് കേട്ടോ അതിൻ്റെ ഇടയിലുള്ളത്. ചിലടത്ത് അതിൻ്റെ ഒരു താവളം ഇത്. നമ്മളടുത്തേക്കൊന്നും അകത്ത് ഞാൻ കയറിയില്ല കേട്ടോ. ഇവിടെ എനിക്കൊന്ന് ഇതൊക്കെ വെളിയിലുള്ള കാഴ്ചകളാണ്. അകത്തോട്ട് നമുക്ക് കയറാം. ഞാൻ കാണിക്കാത് താമസിക്കുന്ന സ്ഥലത്തിൻ്റെ എൻട്രൻസ് കേട്ടോ. അകത്തോട്ട് കയറാം. ഇങ്ങനെ ഇവിടെ ഒരു കെട്ടിടം ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. ഇതാണ് നമ്മൾ അകത്തോട്ട് കയറുന്നത്. ഇതാണ് നമ്മളെടുത്തിട്ട് നമുക്ക് തന്നിട്ടുള്ളത് കേട്ടോ. അവിടെ ഒരു പൂളുണ്ട്. അവിടെ ആൾക്കാർ നമ്മളെ കൂടെ വന്നവരൊക്കെ ജസ്റ്റ് വെള്ളത്തിലിറങ്ങി കിടക്കുകയാണ്. ഇവിടെയൊക്കെ ഇരിക്കാം. ഇതൊക്കെ നൈറ്റൊക്കെ ആകുമ്പോൾ നല്ല രസമാണ്. ഇപ്പോൾ ചൂടാണ്, അതുകൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ. കണ്ടോ പൂള്. പിന്നെ ഇതാണ് ഇതിൻ്റെ അകത്ത് നമുക്ക് സൗകര്യങ്ങളുണ്ട് ഇരിക്കാൻ വേണ്ടി. ഞാൻ കാണിക്കാം. അതാണ് അകത്ത് ഒരു ഹാളുള്ളത്. ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ കിടക്കുന്നത്. ഇവിടെ AC ഉണ്ട്. നമുക്ക് ഇന്ന് ഫുഡ് കഴിക്കേണ്ട പ്ലേസൊക്കെയാണിത്.
രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കി കഴിച്ചു. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഒരു ഫ്രിഡ്ജ് നമുക്കിവിടെ തന്നിട്ടുണ്ട്. ഇത് വാഷ്റൂമും എല്ലാം ഉണ്ട് കേട്ടോ. ഇത് ഒന്നാണ് തൽക്കാലം ഇരിക്കാനൊക്കെ ഉള്ളത്. വെളിയിലോട്ട് ഇറങ്ങിയിട്ട് പിന്നെ വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ പൂളാണ്. അവിടെ നിന്ന് ഇവിടെ വീണ്ടും ഒന്നുണ്ട് കേട്ടോ. ഇവിടെ തുറക്കാൻ ഇവിടെ വീണ്ടും ഒരു ഹാളുണ്ട് കേട്ടോ. അടിപൊളിയാണ്. നല്ല തണുപ്പ്, നല്ല ഷില്ലായിട്ടിരിപ്പുണ്ട്. വെളിയിൽ ചൂടാണെങ്കിൽ ഇവിടെയൊക്കെ അടിപൊളിയാണ്. ബെഡുണ്ട്, സോഫ സെറ്റി. പിന്നെ ഇവിടെ പ്രയർ ചെയ്യുന്ന പോലെ നമ്മൾ ചിലയിടത്തൊക്കെ കണ്ടിട്ടില്ലേ, ചില സിനിമകളിലൊക്കെ തറയിൽ വിരിച്ചിട്ടയ്ക്കുന്ന. ഇതിലേക്ക് ഇരിക്കാം. ഇവിടെ വാഷ്റൂമും എല്ലാം ഉണ്ട് കേട്ടോ. ഇതാണ് ഒരിത് നമ്മളെടുത്തതിൽ വന്നത് കേട്ടോ. വെളിയിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ നേരെ ചിൽഡ്രൻസ് പാർക്കൊക്കെ കണ്ടില്ലേ, അത് ഇതുവഴി നമുക്ക് ഇറങ്ങാം കേട്ടോ. ഇതൊക്കെ വെളിയിലുള്ള ഏരിയാസാണ് കേട്ടോ. ഈ വില്ലയുടെ വെളിയിലാണ് കേട്ടോ അത്. അത് ഇവിടെ ഗ്രില്ല് ചെയ്യാൻ വേണ്ടി ഉള്ള പ്ലേസ് ഉണ്ട് കേട്ടോ. നമ്മളെ ഐറ്റംസാണത്. വലിയ മീനാണ് വച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് തീ കൂട്ടി ഇവിടെ നിന്ന് ചെയ്യാം കേട്ടോ. ഇതാണ് ഗ്രില്ല് ചെയ്യുന്നത്. എല്ലാ സെറ്റപ്പ് അവർ തന്നെ ചെയ്ത് തരും. ഇനി നമുക്ക് കിച്ചൻ്റെ അങ്ങോട്ട് പോകുന്ന സ്ഥലമാണ്. ഇവിടെ ഒരു റൂമുണ്ട്, അതെടുത്ത് ഇവിടെ ഒന്നുണ്ട്, അത് കാണിക്കാൻ. ചൂടിൽ നിന്ന് വന്ന് കയറുമ്പോഴാണ് ഒരു ആശ്വാസം. അവിടെ ഇവിടെ ഒരു കട്ടിൽ, AC ഉണ്ട്, വാഷ്റൂമും എല്ലാം ഉണ്ട് കേട്ടോ. അതാ നമുക്ക് ആ നേരത്തെ കാണിച്ച ഹാളിൽ വേണമെങ്കിൽ കിടക്കാൻ കുറേ ആൾക്കാരുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാം. വെളിയിലോട്ട് ഇറങ്ങി ഇനി അടുത്തുള്ളത് കിച്ചണാണ്. അതാണ് കിച്ചൺ. എല്ലാം നമ്മൾ കുക്ക് ചെയ്തിട്ടുള്ള ഇതായി കിടക്കുന്നതാണ് കേട്ടോ. ഇന്നലെ രാത്രിയൊക്കെ കുക്ക് ചെയ്തതാണ്. അവിടെ AC ഉണ്ട്. അങ്ങനെയാണ് വരുന്നത്. അടുത്ത് ഫ്രീസറുണ്ട്, സാധനങ്ങളൊക്കെ വയ്ക്കുന്നെങ്കിൽ. അപ്പം തിരിച്ചിറങ്ങി നമുക്ക് ഇനിയിപ്പം ഒരു 1-1.5 മണിക്കൂറും കൂടെ ഉള്ളൂ. അതിനിടയ്ക്ക് ഇന്നലത്തെ മിച്ചം വന്നതൊക്കെ നമ്മൾ ഗ്രില്ല് ചെയ്യാൻ പോവുകയാണ് കേട്ടോ.